students, today let us do activity 7. Look at the picture given below and describe where each object is. One is done for you. Look here, page number 140. 140. Can you see some pictures? What are you seeing now? Yeah, the table, clock, then one picture, coat, bed in one column. Then next row, stool, TV, flower vase, then sofa set. Okay, then look. Now choose one item from each box and join them to form meaningful sentence based on the pictures given above. ഞങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഈ മുകളിൽ തന്ന പിക്ചറിലെ പിക്ചർ നമ്മൾ കാണാനുണ്ട്. ദെൻ അത് എന്ത് ചെയ്യണം? ഈ താഴെ 3 കോളം തന്നിട്ടുണ്ട് അല്ലേ? ഒരു കോളത്തിൽ എന്തൊക്കെയുണ്ട്? There is a table, there is a clock, there is a phone, there is a picture, there is a flower vase. Then next column, in the living room, in the bedroom. 2 റൂം ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ 1 ബെഡ്റൂം 1 ലിവിങ് റൂമാണ് അല്ലേ? Then near the bed, on the wall, on the table, on the stool, on the TV. ഇവിടെ 3 കോളത്തിൽ 1 തന്നില്ലെങ്കിൽ അവിടെയുള്ള തിങ്സ് ആണ്. എന്തൊക്കെ വസ്തുക്കളാണത്? ആ വസ്തുക്കളാണ് തന്നിട്ടുള്ളത് അല്ലേ? ദെൻ സെക്കൻഡ് കോളത്തിൽ എന്താ ഉള്ളത്? അത് 2 റൂമുള്ളത്. 1 ലിവിങ് റൂമാണ്, 1 ബെഡ്റൂമാണ്. അപ്പോൾ ലിവിങ് റൂമിലുള്ളതിന് ഇൻ ദ ലിവിങ് റൂം, ബെഡ്റൂമിലാണെങ്കിൽ ഇൻ ദ ബെഡ്റൂം. ദെൻ നെക്സ്റ്റ് തന്നിട്ടുള്ള എന്താണ്? നിയർ ദ ബെഡ്, ഓൺ ദ വാൾ, ഓൺ ദ ടേബിൾ, ഓൺ ദ സ്റ്റൂൾ, ഓൺ ദ TV. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് തമ്മിൽ സെൻറ്റൻസ് കണക്റ്റ് ചെയ്തിട്ട് ഈ 3 സെൻറ്റൻസും കൂടി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരൊറ്റ സെൻറ്റൻസ് ആക്കണം. മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ, ലിസൺ ഡിയേഴ്സ്, ദർ ഇസ് എ ടേബിൾ അല്ലേ? അവിടെ ടേബിൾ ഉണ്ട്. എവിടെയുള്ളത്? ഇൻ ദ ലിവിങ് റൂം ആണോ ഇൻ ദ ബെഡ്റൂം ആണോ? ഓക്കെ, ദർ ഇസ് എ ടേബിൾ ഇൻ ദ ബെഡ്റൂം. ഇനി എവിടെയാണുള്ളത്? ബെഡ്റൂമിൻ്റെ എവിടെയാണുള്ളത്? നിയർ ദ ബെഡ് ആണോ? നിയർ ദ ടേബിൾ ആണോ? ദെൻ ഓൺ ദ വോൾ ആണോ? ഓൺ ദ സ്റ്റൂൾ ആണോ? എവിടെയാണ് ടേബിൾ ഉള്ളത്? യാ, ഗുഡ്, നിയർ ദ ബെഡ്. ബെഡിൻ്റെ അരികിലാണുള്ളത് അല്ലേ? ദെൻ നെക്സ്റ്റ് വൺ, ദർ ഇസ് എ ക്ലോക്ക്. ക്ലോക്ക് എവിടെ ഉള്ളത്? ഇൻ ദ ലിവിങ് റൂം ആണോ ബെഡ്റൂം ആണോ? ഓക്കെ, there is a clock in the bedroom, on the wall. Then there is a phone. Phone എവിടെയാണുള്ളത്? There is a phone in the living room ആണോ ബെഡ്റൂം ആണോ? ഓക്കെ, in the living room, on the stool. സ്റ്റൂളിൻ്റെ മുകളിലാണ് ഫോൺ ഉള്ളത് അല്ലേ? ഇതുപോലെ ഈ സെൻറ്റൻസ് കണക്റ്റ് ചെയ്തിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസ് ആക്കിയിട്ട് നോട്ടിൽ എഴുതുക, ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് വേറൊരു ജോലിയും കൂടി ഉണ്ട്. എന്താണ്? റീറൈറ്റ് ദ സെൻറ്റൻസ് ഇൻ ദ ഗിവൺ സ്പേസ്. 1 ഈസ് ഡൺ ഫോർ യു. ഒന്നിവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഈ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതണം? There is a table in the bedroom near the bed. അങ്ങനെ സെൻറ്റൻസ് തന്നിട്ടില്ലേ? അതേപോലെ ഈ കംപ്ലീറ്റ് സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ, there is a clock in the bedroom on the wall. അതേപോലെ ഈ മുഴുവനും കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതുക. ഇതും തന്നെ എന്ത് ചെയ്യുക? നോട്ടിൽ എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 8. റീഡ് ദ ഫോളോയിങ് ഡയലോഗ്സ് ഫ്രം ദ പ്ലേ. ദെൻ കസ്റ്റമർ 1. I would like to have a pair of dark brown shoes. Do you have such a pair? Then shoemaker. Of course, sir. We have one right there. Then customer 1. What size are those shoes? Then shoemaker.
their size 10s are. What do the customer ask? Make sentence from the table and write them in the space given below. ഇവിടെ നിങ്ങൾക്ക് ഈ മുകളിൽ തന്ന ഡയലോഗ്, അതായത് ഒരു കോൺവെർസേഷൻ മുകളിൽ തന്ന ഡയലോഗ് നമ്മുടെ സ്റ്റോറിയിൽ ഉള്ളതാണ് അല്ലേ, നമ്മൾ വായിച്ചതാണ്. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? താഴെ ഒരു കോളം കണ്ടില്ലേ, എന്തൊക്കെയാണ് അതിലുള്ളത്? ഹൗ മച്ച് ഈസ്, ദാറ്റ്സ്, വാട്ട് സൈസ് ഈസ്, can I take a look at, I will take. Then next column, that bag, those shoes, that camera, this jacket, too expensive. ഇത്രയും സെൻറ്റൻസ് ഇത് വേർഡ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊരു സെൻറ്റൻസ് ആക്കിയിട്ട് മാറ്റിയിട്ട് താഴെ തന്ന ലൈനിൽ എഴുതിയെടുക്കുക. ഫോർ എക്സാമ്പിൾ, ഹൗ മച്ച് ഈസ് ഡാഷ്, അവിടെ എന്താ വരിക? ഹൗ മച്ച് ഈസ് ദാറ്റ് ബാഗ് എന്നല്ലേ, ആ ബാഗിന് എത്രയാണ് റൈറ്റ് എന്ന് ചോദിക്കുക. ദെൻ അതിന് ആൻസർ എന്താ പറയുക? ദാറ്റ്സ് ടു എക്സ്പെൻസീവ്, അതിന് നല്ല വിലയുണ്ട് അല്ലേ, ദാറ്റ്സ് ടു എക്സ്പെൻസീവ്. ദെൻ നെക്സ്റ്റ്, what size is this jacket, അതിന് മാച്ച് ചെയ്യുക. ഈ ജാക്കറ്റിൻ്റെ സൈസ് എന്താണ് അല്ലേ? വാട്ട് സൈസ് ഈസ് ദിസ് ജാക്കറ്റ്, ഈ ജാക്കറ്റിൻ്റെ സൈസ് എന്താണ്? ദെൻ നെക്സ്റ്റ്, can I take a look at അല്ലേ, can I take a look at, ഇതിന് യോജിച്ചത് എന്തായിരിക്കും? എന്താണ് മാച്ച് ചെയ്യുക? can I take a look at എന്നാണ്, ഞാനത് നോക്കട്ടെ എന്നാണ്. അപ്പോൾ എന്തായിരിക്കും അതിന് മാച്ച് ചെയ്യുന്നത് വരിക? can I take a look at that camera, ഞാൻ ആ ക്യാമറ ഒന്ന് നോക്കട്ടെ, then next, I will take those shoes, ഞാൻ ആ ഷൂസ് എടുക്കുകയാണ്, I will take those shoes. ഇങ്ങനെ സെൻറ്റൻസ് ആക്കി എഴുതിയിട്ട് താഴത്തെ കോളത്തിൽ കംപ്ലീറ്റ് ആക്കി എഴുതും. ഓക്കെ, നെക്സ്റ്റ് ലെറ്റ് us do project work. The shoemaker and his wife work hard to make their living. There are different kinds of jobs that people do to make a living. Given below is a table you might find useful. Then frame questions to get the information you need to fill in the table. ഇവിടെ ഈ ടേബിളിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ടേബിളിൽ നെയിം ഉണ്ട്, ഒക്കുപ്പേഷൻ ഉണ്ട്, പ്ലേസ് ഓഫ് വർക്ക് ഉണ്ട്, ടൈം ഓഫ് വർക്ക് ഉണ്ട്. നമ്മൾ ഇവിടെ നിങ്ങളോട് എന്താ പറഞ്ഞുള്ളത്? ഇവിടെ ഷൂമേക്കർ അവരുടെ വൈഫായിട്ടുള്ള ഷൂമേക്കർ വൈഫിനുള്ള ജോലി എന്താണ്? ഷൂ ഉണ്ടാക്കുക എന്നതാണ്. അവരങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ. അതുപോലെ നമ്മളെ ചുറ്റുപാടിൽ ഒരുപാട് പല ജോലി ചെയ്യുന്നവരും ഉണ്ട് അല്ലേ. നമ്മൾ പല ജോലി, ടീച്ചേഴ്സിനെ കാണുന്നുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ദെൻ കാർപ്പൻറ്റർ, ഫാർമർ, ലൈക്ക് ദാറ്റ് മെനി തിങ്സ് ജോബ് ദേ വിൽ ഡു. അവർ നിത്യജീവിതത്തിനായിട്ട് അവരുടെ പല ജോലികൾ അവർക്ക് പറ്റും. ഓരോരുത്തരെയും കഴിവിനനുസരിച്ച് ജോലി ചെയ്തിട്ട് അവർ ജീവിക്കുന്നു. അതുപോലെ അതിൻ്റെ ഒരു സർവേ എടുക്കാനാണ് നിങ്ങളോട് പറഞ്ഞുള്ളത്. നിങ്ങളിപ്പോൾ ഒരു സർവേക്ക് പോകുമ്പോൾ അത് എന്തൊക്കെ വേണ്ടി വരും? ആദ്യം നമ്മൾ പോയ ആരാണ്, അവരെ നെയിം വേണം, പിന്നെ അവരെ ഒക്കുപ്പേഷൻ മീൻസ് ജോബ്, ദെൻ പ്ലേസ് ഓഫ് വർക്ക്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ദെൻ ടൈം ഓഫ് വർക്ക്, അവരുടെ സമയം. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഒരു സർവേയിൽ ഒരാളോട് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയാൽ മാത്രമേ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചോദിക്കണം എന്നല്ലേ, ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ ചോദിക്കുക അതിനനുസരിച്ചാണ് നമ്മൾക്ക് ആൻസർ കിട്ടുക. അപ്പോഴേ നമുക്ക് ഈ മേലെയുള്ള കോളം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഫസ്റ്റ് എന്താ ചോദിക്കുക? വാട്ട് ഈസ് യുവർ നെയിം അല്ലേ. നമ്മളൊരാളെ കണ്ട ആദ്യം ചോദിക്കുക എന്താണ്? വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ മേലെ നെയിം എന്ന കോളത്തിൽ ഒരാളുടെ പേര് കിട്ടി. ദെൻ നെക്സ്റ്റ് എന്താ ചോദിക്കുക? വാട്ട് ഈസ് യുവർ ജോബ്, വാട്ട് ഈസ് യുവർ ഒക്കുപ്പേഷൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ജോബ്, എന്താണ് നിങ്ങളുടെ ജോബ്. അപ്പം അയാൾ എന്തായിരിക്കും? ഡോക്ടർ ആണെങ്കിൽ അവിടെ എന്താ എഴുതുക? ഡോക്ടർ. ടീച്ചർ ആണെങ്കിൽ ടീച്ചർ. ദെൻ നെക്സ്റ്റ് പ്ലേസ് ഓഫ് വർക്ക്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കിട്ടണ്ടേ, അതിനെന്താണ് നമ്മൾ ചോദിക്കുക?
വേർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? എങ്ങനെ ചോദിക്കുക? വേർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് അവർ പറയുക? ഫോർ എക്സാമ്പിൾ കൊച്ചി. അപ്പം നമുക്ക് ഇവിടെ എന്ത് കിട്ടി? നെയിം കിട്ടി, ദെൻ ഓക്കുപ്പേഷൻ ഡോക്ടർ എന്ന് കിട്ടി, പിന്നെ പ്ലേസ് കൊച്ചി അല്ലേ. ദെൻ ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കുക? ഹൗ ലോങ് ഡു യു വർക്ക് എ ഡേ? നിങ്ങൾ ഒരു ദിവസം എത്ര ടൈം വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര ടൈം നമ്മൾ നോക്കാം. നമുക്ക് എന്ത് ചെയ്താൽ ഒരു 9 AM to 5 PM അല്ലേ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, അത്രയും നമുക്ക് ടൈം കൊടുക്കാം. ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതേപോലെ ഓരോ ക്വസ്റ്റ്യനും നെക്സ്റ്റ് സെക്കൻഡ് കോളം കംപ്ലീറ്റ് ചെയ്യണം. ഇതുപോലെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻ ആൻഡ് പിന്നെ അതിൻ്റെ നെയിം എഴുതുക, ഒക്കുപ്പേഷൻ എഴുതുക, പ്ലേസ് ഓഫ് വർക്ക് എഴുതുക, ടൈം ഓഫ് വർക്ക് എഴുതുക. ഓക്കെ.